ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റുള്ളൊരു പൊരിച്ച കോഴിൻ്റെ ബിരിയാണി. ഞാൻ പൊതുവെ അങ്ങനെ പൊരിച്ചിട്ട് ബിരിയാണി വെക്കല്ലേ, ഇന്നിപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒന്ന് ഉണ്ടാക്കിയതാട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ 2 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ അരിപ്പൊടി, പിന്നെ കുറച്ച് തൈര്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് 1 മണിക്കൂർ അവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ അരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ആ ചിക്കൻ നമുക്ക് ഏത് പാത്രത്തിലാണോ ബിരിയാണി വെക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ആ ചിക്കൻ എടുത്ത് മാറ്റിയ ശേഷം ആ സെയിം എണ്ണയിൽ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ച ശേഷം നമുക്ക് നമ്മൾ ഉള്ളി ഇട്ട് വഴറ്റുക. ഉള്ളി വഴറ്റുന്ന സമയത്ത് ഞാനൊരു കാര്യം ചെയ്യും, ഇങ്ങനെ അമർത്തി വെക്കുകയാണെങ്കിൽ കുറേ ഭാഗം മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾ തലശ്ശേരി ബിരിയാണിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചിക്കൻ ഉള്ളി ഡീപ് ഫ്രൈ ചെയ്തിടുന്നത്. അതിന് പകരം ഇങ്ങനെ ചെയ്താൽ മതി, അപ്പോൾ കുറേയൊക്കെ മൊരിഞ്ഞ് കിട്ടും. പക്ഷേ ഇത് നോൺ സ്റ്റിക്ക് പാനിൽ മാത്രമേ നടക്കൂ കേട്ടോ. എന്നിട്ട് ആ ഉള്ളീൻ്റെ അകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും, പിന്നെ കുറച്ച് തൈരും, 1 സ്പൂൺ ടൊമാറ്റോ സോസും, പിന്നെ കുറച്ച് മല്ലിയില വെള്ളം ചേർത്ത് അരച്ചതാട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണേ. മസാല ഏതാണ്ട് ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നെയ്ച്ചോറും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സംഭവം സെറ്റ്.